ഇപ്പോൾ ടി വി പ്രസാദ് കൂടിയുണ്ട്. ടി വി പ്രസാദ്, തന്ത്രിക്ക് ജാമ്യം കിട്ടുന്ന വേളയിൽ വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി നമ്മൾ കണ്ടതാണ്. അന്ന് തന്ത്രിയെ പിന്തുണച്ചെത്തിയവർക്ക് കൂടി തിരിച്ചടിയാകുന്ന ഒരു സ്റ്റേ വിധിയാണോ ഇപ്പോൾ വന്നിരിക്കുന്നത്? ടി വി പ്രസാദ്, ഇത് തന്ത്രിക്ക് കുരുക്കായി മാറുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായില്ലേ? വീണ്ടും ജാമ്യം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ തിരിച്ചു വീണ്ടും ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ? അരുൺ, ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് തന്ത്രിക്കെതിരെ വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ആവശ്യമായ തെളിവുകൾ കൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എന്ന് തന്നെയാണ് കോടതിയെയും ബോധ്യപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം ശ്രമിച്ചത്. അതിനുള്ള അവർക്ക് ലഭ്യമായ തെളിവുകളും കോടതിക്ക് കൈമാറുകയും ചെയ്തതാണ്. പക്ഷേ ഇത്തരമൊരു കേസിൽ, ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള കേസിൽ 90 ദിവസമാകുന്നതിന് മുമ്പ് തന്നെ മതിയായ തെളിവുകളില്ല എന്ന് കണ്ടുകൊണ്ടാണ് അന്ന് കണ്ഠരര് രാജീവർക്ക് ജാമ്യം കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പക്ഷേ ജാമ്യം കൊടുത്തത് മാത്രമല്ല അരുൺ, ജാമ്യം കൊടുത്തുകൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവ്, ആ ഉത്തരവ് സമീപകാലത്ത് ഉള്ള ജാമ്യ ഹർജികളെ കുറിച്ചുള്ള വിധിന്യായങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന് ആ സമയത്ത് തന്നെ നിയമവൃത്തങ്ങളിൽ നിന്ന് ഉയർന്നിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു കേസിന്റെ മെറിറ്റിലേക്ക് കടന്ന് ഇതിലെന്താണ് തെളിവ് എന്ന് പോലും ചോദിക്കുന്ന നിലയിലേക്ക് അന്ന് കോടതി മാറി എന്നുള്ളതാണ്. അരുൺ, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം 1998 വിജയ് മല്യ സ്വർണം പൊതിയുന്ന സമയത്ത് അത് തന്ത്രിക്കറിയാമായിരുന്നു അത് സ്വർണമാണ് എന്ന്. പക്ഷെ എന്നിട്ടും ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ കൂട്ടുനിന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തയ്യാറാക്കിയത് ഒരേ കമ്പ്യൂട്ടറിൽ നിന്നാണ് എന്നുള്ള തുടങ്ങിയ പ്രധാനപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ സമർപ്പിച്ചിട്ടും തെളിവില്ല എന്ന് പറഞ്ഞ കീഴ്ക്കോടതി വിധിക്കുള്ള കൊല്ലത്തെ വിജിലൻസ് കോടതി വിധിക്കുള്ള തിരിച്ചടി കൂടിയാണ് ഈ ഉത്തരവ് എന്നതാണ് അരുൺ. താങ്ക് യു.